ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇടാൻ തുടങ്ങിയത് ഫോണിന് ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നു. എൻ്റെ ഫോണൊക്കെ പണി തന്നു, എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വീണു, അങ്ങനെ ഡിസ്പ്ലേ പോയി. 2 ദിവസം അതുകൊണ്ടൊക്കെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. പിന്നെ ഫോൺ ശരിയാക്കാൻ കൊടുത്തു, ഫോണൊക്കെ ഇപ്പോൾ ശരിയാക്കി കിട്ടി. അപ്പോൾ വീണ്ടും വീഡിയോ ഇടാൻ പോവുകയാണ്. പതിവ് പോലെ ഗ്രോസറി തുറക്കാൻ വന്നു, ബേക്കറി ഐറ്റംസൊക്കെ ഒതുക്കി വെക്കുകയാണ്. രാവിലെ പാല്, ബേക്കറി, പിന്നെ തൈര്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വരും. ഒതുക്കണതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. ഈ കേക്ക് ഞാൻ കുറേ കാലമായിട്ട് ഉണ്ടാക്കണം വിചാരിക്കുന്നു. സാൾട്ട് ആൻഡ് പെപ്പർ സിനിമയിൽ ഇത് ഉണ്ടാക്കണം കണ്ടപ്പോൾ മുതൽ എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു കേക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷേ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം എന്തായാലും ഉണ്ടാക്കാതെ തന്നെ അത് കഴിക്കാൻ പറ്റി. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി വിറ്റായിരുന്നു കേട്ടോ നാട്ടിൽ. ഞാൻ പറഞ്ഞില്ലേ കുറേ ബിസിനസ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന്. അതിലത്തെ ഒരു ബിസിനസ്സായിരുന്നു കേക്ക് ഉണ്ടാക്കൽ. കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് കുറേ വിറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് വന്നു, അപ്പോൾ പിന്നെ അത് അവിടെ സ്റ്റോപ്പാക്കി. പിന്നെ ഞാൻ നാട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും എൻ്റെ ഓർഡേഴ്സൊക്കെ പോയി. നമുക്ക് അപ്പോഴും ഇപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ ഡെയിലിയോ അല്ലെങ്കിൽ ആഴ്ചയിലോ അങ്ങനെയൊക്കെ ഒരു ഓർഡർ വരേണ്ട. ആഴ്ചയിൽ 2-3 എണ്ണമൊക്കെ അങ്ങനെയൊന്നും ഇല്ലാതായപ്പോൾ പിന്നെ വെറുതെ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് എന്തിനാണ് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങനെ നിർത്തി. അതിൻ്റെ ഇടയിൽ കസ്റ്റമേഴ്സൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ചിത്രം വരക്കും കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഞാനിത് വരക്കാൻ തുടങ്ങിയിട്ട്. ഇത് വരക്കുമ്പോൾ സ്ട്രെസ്സ് കുറയുന്നൊക്കെയാണ് പറഞ്ഞത്. സംഭവം ശരിയാണ് കേട്ടോ. ഫസ്റ്റത്തെ ചിത്രമൊക്കെ വരക്കുമ്പോൾ തോന്നി ടെൻഷൻ കൂടുതലായിരുന്നു. കാരണം ഇത് ശരിയാവണില്ല, തീരെ വരക്കാനറിയാതെ, ഒന്നും വരക്കറിയാത്ത ആളല്ലേ. അപ്പോൾ വരക്കാൻ കിട്ടാണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ. പിന്നെ അങ്ങനെ വരച്ച് പഠിഞ്ഞു. അതായത് നന്നായി ഞാൻ വരക്കുന്നല്ല പറയണത്, എന്നാലും ഇപ്പോൾ ചിത്രങ്ങളൊക്കെ അത്യാവശ്യം വരക്കാനറിയാം. ഞാൻ വരച്ചിട്ട് എൻ്റെ ഫസ്റ്റത്തെ ബുക്ക് ഫുള്ളായിട്ട് ഇപ്പോൾ 2ാമത്തെ ബുക്കിലാണ് ഞാൻ വരക്കുന്നത്. ഇതിപ്പോൾ പകുതി ആയേക്കണു. ഈ ഒരു ചിത്രം ഇതിപ്പോൾ എന്താ, ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ആദ്യമൊക്കെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ചെടിയാണിത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അടുത്ത് ഇൻസ്റ്റയിൽ വരക്കണ കണ്ടു, അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനും വരച്ചതാണ് കേട്ടോ. പിന്നെ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടക്കി ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇക്കാൻ്റെ ഷോപ്പിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ അടിച്ചു വാരി തുടച്ച് ഷോപ്പൊക്കെ അടച്ചതിന് ശേഷം ഞാൻ ഇക്കാൻ്റെ ഷോപ്പിൽ പോയി കേട്ടോ. ഇതാണ് അൻവർക്കാൻ്റെ ഷോപ്പ്. ഞാനിപ്പോൾ നെസ്റ്റോയിൽ പോകാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ, ഇവിടേക്ക് എത്താനായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങനെ അധികം സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഇക്കാൻ്റെ ഷോപ്പിൽ. അതുകൊണ്ട് അധികമൊന്നും പുറത്തുനിന്ന് മേടിക്കേണ്ടി വരാറില്ല. ചില സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ പുറത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യണത്. വെജിറ്റബിൾസ്, ചില ഐറ്റംസ്, അതേപോലെ ഫ്രൂട്ട്സ്, അതൊന്നും നമുക്ക് അത്ര പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ, അതായത് മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ നേരിട്ട് എടുക്കുമ്പോൾ ബോക്സ് ആയിട്ട് എടുക്കണം. അത്രയൊന്നും ഇവിടെ ചിലവാവില്ല, പിന്നെ വെറുതെ നശിപ്പിച്ച് കളയേണ്ടി വരും. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ.